ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +2 ഹിന്ദി യൂണിറ്റ് 3 ഇക്കായി 3 ചാപ്റ്റർ 8 ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ എന്ന വളരെ പ്രസിദ്ധനായ ഒരു ലേഖകന്റെ ഒരു ആത്മകഥയാണ് അഥവാ ഓട്ടോബയോഗ്രഫിയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസിന്റെ ഒരു പ്രത്യേകത ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. അതായത് ക്ലാസ് റൂമിൽ ഒരു അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് എങ്ങനെയാണോ വിദ്യാർത്ഥികൾ ക്ലാസ് കേൾക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സും. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക, അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിലോ പേനയോ കരുതുക. എന്തിനാ പെൻസിലോ പേനയോ കരുതുന്നത്? നമ്മൾ പഠിക്കുന്നത് സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ്, മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, അതിന്റെ മുകളിൽ അതിന്റെ മലയാളത്തിലുള്ള മീനിങ് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് വളരെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഹിന്ദി ചേംബർ എന്ന ഈ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 55. ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ. ഭൂമി ഒരു സ്ലേറ്റിന്റെ പേരാണ്. ശ്രീ ഏകാന്ത് ശ്രീവാസ്തവയുടെ ഒരു ആത്മകഥയാണ്. നമുക്ക് പാഠത്തിലൂടെ നീങ്ങാം. അതിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം നിങ്ങൾക്ക് സുപരിചിതമാണ്. അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചിത്രമാണ്. ആ ചിത്രത്തിന്റെ അടുത്തായിട്ട് 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രസേ ക്യാ താൽപര്യ ഹേ, എന്താണ് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 2, അഗ്നി കി ഉഡാൻ കിസ് വിധാ കി രചന ഹേ. അഗ്നി കി ഉഡാൻ, അഗ്നി ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ എന്ന ആ ലെസൺ ഏത് രീതിയിലുള്ളതാണ്? അതും ഒരു ആത്മകഥയാണ്. ആ ആത്മകഥ എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം. ഇനി നമുക്ക് ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ എന്ന ആ ചാപ്റ്റർ നോക്കാം. ഈ ചാപ്റ്റർ വളരെ ലെങ്തിയാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നില്ല. ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലെസണിലേക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, കയ്യിൽ ഒരു പെൻസിലും കരുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. 30 अप्रैल को मेरी तदर्थ सेवा समाप्त कर दी गई और मैं बोरिया बिस्तर समेट कर अम्मा सहित बिलासपुर आ गया था. 30 अप्रैल को ഏപ്രിൽ 30 मेरी तदर्थ സേവ സമാപ്ത് കർ ദി, എന്റെ സേവനം അവസാനിപ്പിച്ചു. और मैं बोरिया बिस्तर समेट कर, ബോറിയ ബിസ്തർ സമേറ്റ്കർ മാനെ ഞാൻ യാത്രയാവുകയാണ്. ആരോടൊപ്പം? എന്റെ കെട്ടും കടാലും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ്. ആരോട് സഹിതം? അമ്മാ സഹിത് ബിലാസ്പൂർ ആഗയാഥ, അമ്മയോടൊപ്പം ഞാൻ ബിലാസ്പൂരിൽ എത്തിക്കഴിഞ്ഞിരുന്നു. छोटा भाई गुड्डू लिवाने आया था ताकि सामान लाने में अकेले मुझे कठिनाई न हो. ഇളയ സഹോദരൻ ഗുഡ്ഡു ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നിരുന്നു. അതുകൊണ്ട് സാധനങ്ങളും മറ്റും ഒക്കെ കൊണ്ടുപോകുന്നതിന് അധികം കഠിനായി നഹോ, കഠിനായി മനെ ഡിഫിക്കൽറ്റി അഥവാ ബുദ്ധിമുട്ടുകൾ എനിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെട്ടില്ല. സാമാൻ ലാന इसलिए जरूरी था कि अगले वर्ष पुनः साक्षात्कार में मैं चुन ही लिया जाऊं, इसकी ഗ്യാരണ്ടി नहीं थी. സാധനങ്ങൾ കൊണ്ടുപോകേണ്ടത് ജരൂരി താക്കി, അത്യാവശ്യമായിരുന്നു. എന്താ കാരണം? അഗലേ വർഷ്
പുനഃ സാക്ഷാത്കാർ മേ, അടുത്ത വർഷത്തെ വീണ്ടും ഉള്ള സാക്ഷാത്കാർ കൂടിക്കാഴ്ചയിൽ അഥവാ ഇന്റർവ്യൂവിൽ മേം ചുൻ ഹി ലിയ ജാവും, ഞാൻ രണ്ടാമത് തെരഞ്ഞെടുക്കും എന്നുള്ളത് ഇസ്കി ഗ്യാരണ്ടി നഹിന്ദി, അതിന് ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ബിലാസ്പൂർ കെ ഘർമേൻ താലാ ലഗാക്കർ സാരാ പരിവാർ ഗാവ് മേ പഹുഞ്ച, ബിലാസ്പൂരിലെ വീട്ടിന് താഴിട്ട് പൂട്ടി ഞങ്ങളുടെ കുടുംബം ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അർസെ കെ ബാദ് ഗാവ് കെ ഘർ കി ലിപായി പുതായി की गई. അർസെ കെ ബാദ് ലോങ് പീരീഡിന് ശേഷം, ഒരു വലിയ പീരീഡിന് ശേഷം ഗ്രാമത്തിലെ വീട് ലിപായി പുതായി की गई, മെയിന്റനൻസ് നടത്തി. ലിപായി പുതായി മനെ മെയിന്റനൻസ് ചെയ്തു. ബഹുത്ത് ദൗഡ് ഭാഗ് കെ ബാദ്, വലിയ ഒരു തിക്കിനും തിരക്കിനും ശേഷം സെമീൻ കാ ഖരീദാർ മില, അങ്ങനെ വലിയ ഒരു തിക്കും തിരക്കിനും ശേഷം അഥവാ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ജമീൻ കാ ഖരീദാർ മില, ഭൂമി വാങ്ങുവാൻ ഒരു ആളെ ലഭിച്ചു. 12,000 പ്രതി ഏക്കർ की दर से जैसा की അനുമാൻ था, ഒരു ഏക്കറിന് 12 എന്നുള്ള റേറ്റ് വെച്ച് വിൽപ്പനയ്ക്ക് പോകേണ്ട ഒരു വസ്തുവാണ് എന്ന് അനുമാനിച്ചിരുന്നു. കുച്ച് ഔർ കീമത്ത് ആ സക്തി ഥി, മഗർ മസ്ബൂരി കാ ഫായദ സഭി ഉഠാത്തെ ഹേ. പക്ഷേ കുച്ച് ഔർ കീമത്ത് ആസക്തി ഥി, വില ഇനിയും കിട്ടുമായിരുന്നു. പക്ഷേ മസ്ബൂരി കാ ഫായദ സഭി ഉഠാത്തെ ഹേ, കുച്ച് ഔർ കീമത്ത് ആസക്തി ഥി, കുറച്ചും കൂടി വില കിട്ടുമായിരുന്നു. മഗർ എന്നാൽ മസ്ബൂരി കാ ഫായദ സഭി ഉഠാത്തെ ഹേ, മസ്ബൂരി മാനെ ഹെൽപ്ലെസ്, നിസ്സഹായ അവസ്ഥ. ഫായദ സഭി ഉഠാത്തെ ഹേ, ഫായദ ഉഠാന മുതലെടുക്കുക. എന്നാൽ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ എല്ലാവരും മുതലെടുക്കാനാണ് നോക്കിയത്. ഹമാരെ പാസ് സമയം നഥ, കാരണം ഞങ്ങളുടെ അടുത്ത് വേണ്ടത്ര സമയമുണ്ടായിരുന്നില്ല. ഷാദിക്ക് തയ്യാറിയാം ശുരു കർണി ഥി, വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമായിരുന്നു. ഭവിഷ്യനിധി സേ ഭി കുച്ച് ഹസാർ റുപ്പയെ പിതാജി നികാൽ ലായേ ഥി, പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കുറച്ച് 1000 രൂപകൾ അച്ഛൻ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ദീദി ബഹുത്ത് ഭാവുക് ഹോ ഗയി, ചേച്ചിക്കാണെങ്കിൽ വലിയ വികാരഹീനയായി തീർന്നിരുന്നു. അവർ ബാത്ത് മേം രോപട്ടി ഥി, അങ്ങനെ അവർ ദുഃഖം കൊണ്ട് ഓരോ കാര്യത്തിനും അവർ കരഞ്ഞിരുന്നു. മണ്ഡപ് ലഗാ ദിയാ ഗയാ ഥാ, കല്യാണ പന്തലും മറ്റുമൊക്കെ ഇട്ടുകൊണ്ടേയിരുന്നു. ഷാദിക്ക് കാർഡ് ഛപ്, വിവാഹത്തിനുള്ള കാർഡ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മെഹമാൻ ആനയിലേക്ക് അതിഥികൾ വന്നു തുടങ്ങിയിരുന്നു. ഹൽദി തേൽ ചഠാന ശുരു ഹോ ഗയാ, മഞ്ഞളും എണ്ണയും ഒക്കെ തേക്കുന്ന ആ ചടങ്ങും ആരംഭിച്ചിരുന്നു. ഹം സബ് വ്യവസ്ഥ സെ സന്തുഷ്ട ഥേ, പർ മൻ ജൈസെ അഭി സെ ഖാലി ഖാലി ഔർ ഉദാസ് ഥാ, ഞങ്ങൾ എല്ലാവരും സബ് വ്യവസ്ഥ സെ, എല്ലാ അറേഞ്ച്മെന്റ്സിലും സന്തുഷ്ടതേ, സന്തുഷ്ടരായിരുന്നു. എന്നാൽ പർ മൻ ജൈസെ അഭി സെ ഖാലി ഖാലി, പക്ഷേ മനസ്സ് അപ്പോഴും ശൂന്യമായിരുന്നു. ഔർ ഉദാസ് ഥാ, വല്ലാത്ത ദുഃഖത്തിലുമായിരുന്നു. ജോ ഉപസ്ഥിതി ഥാ ഉസ്കി അനുപസ്ഥിതി സഭി സെ ദിൽ മേം ഘർ കർ ഗയി ഥി, എന്തൊക്കെയാണോ കൈവശമുണ്ടായിരുന്നത് അതിന്റെ ഇല്ലായ്മയിൽ എല്ലാവരുടെയും മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫ് ഓവർ. ദെൻ സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ജിസ് ദിൻ സെമീൻ की रजिस्ट्री होनी थी,
उसके एक दिन पहले पिताजी ने मुझे अपने साथ खेत चलने को कहा. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കുന്ന ദിവസത്തിന്റെ തലേ ദിവസം അച്ഛൻ എന്നെയുമായിട്ട് ആ വയലിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഘർമേ മെഹമാൻ थे. ആ സമയത്ത് വീട്ടിൽ ധാരാളം അതിഥികളുണ്ട്. അവർ വിവാഹസെ സംബന്ധിത് ജരൂരി കാം ഭി, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. पर मैं भी अप्रत्याशित प्रस्ताव से कुछ चकित हुआ. ഇങ്ങനെ അപ്രതീക്ഷിതമായ ഈ ഒരു പ്രസ്താവന അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. കല്യാണത്തിന്റെ ചട്ടവട്ടങ്ങളൊക്കെ നടക്കുന്നു, അതിഥികളെല്ലാം വീട്ടിൽ വന്നു, പന്തലുകളെല്ലാം തകൃതിയായി ഇടുന്നു, മഞ്ഞൾ തേക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്നു. ഈ സമയത്ത് നാളെ രജിസ്ട്രേഷൻ നടക്കേണ്ട ആ ഭൂമി കാണാൻ ഇന്ന് പോകാം എന്നത് പോലുള്ള അച്ഛന്റെ പ്രസ്താവന എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. ഏക് ദോ ദിൻ ബാദ് കഭി ചലേംഗെ പിതാജി, കുച്ച് ഫുർസത്ത് മേ അഭി തോ, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ അച്ഛ. ഒരു ഇടവേള കഴിഞ്ഞിട്ട് ഒരു ഇടവേളയിൽ അച്ഛൻ പറഞ്ഞു, അഭി തോ कल रजिस्ट्री के बाद वह जमीन अपनी कहां रह जाएगी, फिर दूसरों की जमीन में क्या जाना. നാളെ രജിസ്ട്രേഷൻ നടക്കുന്ന ആ ഭൂമിയിൽ നമ്മൾ എങ്ങനെ പോകും? പിന്നെ അത് മറ്റൊരാളുടെ ഭൂമിയായി മാറിയില്ലേ? പിന്നെ എങ്ങനെയാ നമ്മൾ അവിടെ പോകുന്നത്? വേ ധീരെ സെ ബോലെ, അച്ഛൻ പതുക്കെ പറഞ്ഞു. അച്ഛൻ വേദനയോടുകൂടി പറഞ്ഞു, യഹ് വാക്യ മുജി ആഹത്ത് കർ ഗയ. ഈ വാക്കുകൾ എന്നെ വല്ലാതെ അങ്ങോട്ട് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത്. ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ എന്ന ഈ ലെങ്തി ലെസൺ ഫസ്റ്റ് പാർട്ട് ആയിട്ട് നമുക്ക് ഇത്രയും അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.